ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാബേജാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാബേജ് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കേണ്ടത്, ഇതുപോലെ കുനുകുനാ അരിഞ്ഞെടുക്കണം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും അതുപോലെ തന്നെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഞാൻ ഇവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയും ഇതുപോലെ തന്നെയാണ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം സ്ക്വയറായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മല്ലിയില ചേർത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഞാനിവിടെ കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ചെറുതായിട്ട് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ വെജിറ്റബിൾസിലൊന്നും ഉപ്പില്ലല്ലോ, ചിക്കനിൽ മാത്രമല്ലേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവണ്ട. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. എന്നിട്ട് ഈ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെജിറ്റബിൾസും ചിക്കനും മയോണൈസും സോസും ഒക്കെ കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അല്പം കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതുപോലത്തെ ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ നെയ്യ് സ്പൂണല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 8 മൈദപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് 8 ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ. അത് മുട്ടയുടെ ബാറ്ററിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 6 കോഴിമുട്ടയും അല്പം ഉപ്പും കുരുമുളകും കൂടെ അടിച്ചിട്ട് വെച്ചതാണിത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷീറ്റ് ഇതുപോലെ ഡിപ്പ് ചെയ്യാം. ഇത് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യ് തടവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ അടിഭാഗത്ത് 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെയാണ് ഒരു ഷീറ്റ് എടുക്കുക, മുട്ടയുടെ ബാറ്റർ ഡിപ്പ് ചെയ്യുക, വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കണേ. ഇവിടെ 5 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കേക്കൊക്കെ മുറിക്കുന്ന മാതിരി നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.